ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കോട്ടയം പയ്യമ്പലം അല്ലേ, പയ്യമ്പലം ഒക്കെ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെയ്യണം. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു ഹാർബറിലേക്കാണ് കേട്ടോ. ഒരു ഐക്കര ഹാർബർ, അങ്ങനെ ഒരു പേരായിരുന്നു അവർ പറഞ്ഞത്. ഐക്കര ഹാർബറിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഐക്കര ഹാർബറിലാണ്. ഈ കാണുന്ന കല്ലിൻ്റെ സൈഡിലൊക്കെ കുറേ ഇങ്ങനെ ഞണ്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു, ഒരു റെഡ് കളറ്. ഇവിടെയൊക്കെ കുറേ പേരിങ്ങനെ മീൻ പിടിക്കുന്നുണ്ട്. ഇല്ലില്ല, വയമ്പലത്ത് പോയിട്ടില്ല. പോണല്ലേടാ? അപ്പോൾ പോവല്ലോ. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ കോട്ടയിലേക്കാണ്. കോട്ടയിലേക്ക് കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ കണ്ണൂർ കോട്ടയുടെ പ്രവേശന കവാടം. ഈ കാണുന്നത് കോട്ടയുടെ ഒരു രേഖാചിത്രമാണ് കേട്ടോ. കോട്ടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു പീരങ്കി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണെന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. ദെൻ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട് ഈ കോട്ട യൂട്ടിലൈസ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. നല്ല അടിപൊളി കാറ്റ്. ഈ കാണുന്നതാണ് കോട്ടയ്ക്കുള്ളിലെ കപ്പേള. കോട്ടയിലെ പീരങ്കികളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, നേരത്തെ നമ്മൾ കണ്ടില്ലേ ട്രെയിനിൻ്റെ ബോഗി പോലെ ഇങ്ങനെ ഉള്ളൊരു സ്ഥലം. ഇത് ഇവിടുത്തെ കുതിരാലയമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു സ്ഥലം നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുണ്ട്. അമൃതം മൂവിയിൽ കണ്ടിട്ടുണ്ട്. അനുരാഗജാലകം തുറന്നു വന്നതാണു ഞാൻ, മഴമുകിലുകൾക്കുമേലെ വന്ന് മാറിവില്ലു നീ. നമ്മുടെ അമൃത മൂവിയിൽ ഓ സൈനബ എന്ന് പറഞ്ഞൊരു സോങ്ങിൻ്റെ ലൊക്കേഷനിലൊരു ലൊക്കേഷൻ ഇതാണ് കേട്ടോ. അമൃതം മൂവിയിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ്, അതിൽ ഒരു പോർഷൻ ഇതിനകത്ത് ഒരുപാട് മൂവിയിലുള്ള ഒരു ലൊക്കേഷനാണിത്. അപ്പം അമൃതം മൂവിയിൽ സൈനബ അഴകുള്ള സൈനബ ഇവിടെയുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടുണ്ട് ഇതുപോലെ തന്നെ. ഇത് തടവറയായിരുന്നു. തടവറേൻ്റെ പാട്ടച്ചോരെ കണ്ടുപേടിയായിരുന്നു. ബ്രിട്ടീഷുകാരിത് പിടിച്ചടക്കിയിട്ട് ഇത് പിന്നെ അവരുടെ സൈനികരുടെ കേന്ദ്രമാക്കി മാറ്റിയെന്നാണ് അവർ പറയുന്നത്. ഇത് നമ്മുടെ കുതിരാലയത്തിൻ്റെ മുന്നിൽ നിന്നുള്ളൊരു പോർഷനാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ഒരു ബോഗി എടുത്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നും. മാനല്ല ഞാൻ, ഇളമാനല്ല ഞാൻ, ഇളം തൂവൽ കൊണ്ടു കൂടു തീർക്കുമല്ലിപ്പൈങ്കിളി. മാഷാല്ലാ. ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടയുടെ ഫ്രണ്ടേജ്, മുൻവാതിൽ അവിടെയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നിന്ന് ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് മാഷാല്ലാ സൂപ്പറായിട്ടുണ്ട്. എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ബോംബെ മൂവിയിൽ ഉയിരേ എന്ന് പറഞ്ഞ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് എനിക്ക് ഓർമ്മ വന്നത്. മാഷാഅല്ലാഹ്, എന്താ പറയണേന്ന് അറിയില്ല, ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ കുതിരാലയത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. നേരെ നോക്കുമ്പം കടലാണ്. അവിടെ അങ്ങനെ മുകളിൽ നിന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലും ചൂടും പോരാത്തതിന് നോമ്പും കൂടെ പിടിച്ചിട്ട് നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കംപ്ലീറ്റ് സ്റ്റെപ്പാണ്. അതെ, കീയാൻ പോകുന്നു. കീയാൻ എന്ന് പറഞ്ഞാൽ വീഴാൻ. കണ്ണൂർ സ്ലാഗാണ്, എനിക്ക് വലിയ പിടിയില്ല. കീയാൻ എന്ന് പറഞ്ഞാൽ വീഴാൻ എന്നാണോ? ഇനി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്താ സംഭവം? കോഷൻ, പ്ലീസ് ഡു നോട്ട്. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ നടക്കാനുണ്ട്, നടന്ന് കാണാനുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ പീരങ്കി, ഇതുപോലുള്ള ഒരുപാട് പീരങ്കികൾ കടലിനെ ഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് പല സ്ഥലത്തും അങ്ങനെ പീരങ്കികൾ കിടപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് കടലിലേക്കുള്ള കാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ ഞങ്ങളിവിടെ നേരെ പയ്യമ്പലം ബീച്ചിലേക്ക് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഡിഫൻസിൻ്റെ ഓഫീസും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നേരെ കാണുന്നതാണ് പയ്യമ്പലം ബീച്ച്. ആസ് യൂഷ്വൽ ഒരു ബീച്ച് ഭ്രാന്തിയും അതുപോലെ തന്നെ ആലപ്പുഴയിലെയും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി ബീച്ച് കണ്ട് കൊതി തീർന്ന എനിക്കവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് വലിയ എക്സൈറ്റ്മെൻറ്റ് തരാനായിട്ടുള്ള ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു. നൈസ് ഒരു കൂളായിട്ടുള്ളൊരു ബീച്ച് ആയിരുന്നു. എന്താ പറയണ്ടേ, നൈസായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയാനൊരു ഡിഫറൻസ് ഒന്നും അവിടെ കണ്ടില്ല. പയ്യമ്പലം ബീച്ച്. അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ നെസ്റ്റോയിൽ പോയി. അവിടെ മാക്സിൽ പോയിട്ട് എനിക്കൊരു ഷൂ വാങ്ങാൻ പോയതാണ്. എൻ്റെ ഷൂ ഏകദേശം അതിൻ്റെ കാര്യത്തിൽ തർത്തീവായിട്ടുണ്ട്. സോ ഒരു ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഷൂ എടുത്തു. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നോമ്പ് തുറക്കണം. ഓക്കെ, അങ്ങനെ ഞങ്ങളവിടെ നേരെ എളാമ്മയുടെ വീട്ടിൽ പോയി. എളാമ്മയുടെ വീട്ടിലെ നോമ്പ് തുറയാണിത്, ഇഫ്താർ ടൈം. ഇത് എളമ്മ ഇത് എങ്ങനെ മുന്തിരി ജ്യൂസ് ഇത് പറ എന്താ? മുന്തിരിയും പാലും പഞ്ചസാരയും. യെസ്, വ്ലോഗ്. മുന്തിരിയും പാലും പഞ്ചസാരയും കൊള്ളാം, നൈസായിട്ടുണ്ട്. അതായത് സീഡ്ലെസ് അല്ലേ എളാമ? സീഡ്ലെസ് മുന്തിരിങ്ങ. ഓക്കെ 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 ഓക്കെ, സെറ്റ്. അങ്ങനെ ഇഫ്താർ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കണ്ണൂർ സ്പെഷ്യൽ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ മെയിൻ കോക്ടെയിൽ കൊടുക്കുന്ന ഷോപ്പ്. കണ്ണൂർ കോക്ടെയിലിനെ കുറിച്ച് ഇനി പ്രത്യേകം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്നാലും ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു, നൈസായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണൂർ കോക്ടെയിൽ കുടിച്ചു, സൂപ്പർ.
ഒരു 17 വർഷമായി തുടങ്ങിയിട്ട്. പപ്പായും ക്യാരറ്റുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്നാലും എനിവേ അങ്ങനെ കണ്ണൂർ കോക്കയിൽ കുടിച്ചു. അടിപൊളി. അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. മാമിയുടെ വീട്ടില് നോമ്പ് തുറ. മാമി ഇതെന്താ സംഭവം? ഇതെന്താണ്? ഇതെന്താണ് ഇതിന് പേര്? പിസ്സ. ഇത് കട്ട്ലറ്റ്. ഇതെന്താ? ഇറച്ചിവട, ബോണ്ട. ഇത് ഓക്കെ ഓക്കെ. ഇതാണ് ഇവിടുത്തെ നോമ്പ് തുറ വിഭവങ്ങള്. ഇത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ സിറ്റിയിലേക്ക് പോയി. അവിടെ രാത്രി നല്ല തിരക്കായിരുന്നു. അവിടെ റമദാനിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ, അതായത് അവിടെ ഐസ് ഉരതിയത് അതുപോലുള്ള സ്ട്രീറ്റ് ഫുഡ്സൊക്കെ അവിടെ കുറേ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ജിനു അവിടെ ഐസ് ഉരതിയത് വാങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ഐസ് ഉരതിയതും അതുപോലെ തന്നെ ഇത് അവിടുത്തെ സ്പെഷ്യൽ, കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ് ലൊട്ടക്കച്ച. അങ്ങനെ അതും കഴിച്ചു. ദെൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. എനിക്കൊരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അറക്കൽ മ്യൂസിയം ഒന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ അവിടുന്ന് നേരെ ഇളമ്മയുടെ വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്കതെല്ലാം കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. എൻ്റെ പേരെന്താണ് അമ്മ? കുറുമ്പി. കുറുമ്പി. അങ്ങനെ കണ്ണൂർ പെട്ടെന്നുള്ളൊരു വിസിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് ആലപ്പുഴയ്ക്ക് പോവാണ്. ഓക്കെ, ബൈ.